ഹായ് ഗൈസ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഈ വരുന്ന PSC മെയിൻസ് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ സിലബസ് അനുസരിച്ചിട്ടാണ് നമ്മുടെ ഈ സെഷൻ മുന്നോട്ട് പോകാൻ പോകുന്നത്. സോ ആദ്യമായിട്ട് നമുക്കിതിൻ്റെ സിലബസ് നോക്കാം. അതിനു മുന്നേ ഈ എക്സാമിന് നമ്മുടെ സെക്കൻഡ് പേപ്പറിലാണ് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ വരുന്നത്. 10 മാർക്കിനാണ് ഈ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത. സോ ആദ്യത്തെ ടോപ്പിക് എന്തെന്ന് വെച്ചാൽ ഡെഫിനിഷൻ ആൻഡ് സ്കോപ്പാണ്. അതായത് എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, എന്താണ് അഡ്മിനിസ്ട്രേഷൻ, എന്താണ് ഈ സബ്ജക്റ്റിൻ്റെ സ്കോപ്പ്, അതായത് ഇതിൻ്റെ ബേസിക്സിനെ പറ്റിയിട്ട് നമുക്കൊരു അവബോധം. അതാണ് ഈ ടോപ്പിക്ക് കൊണ്ടുള്ള ഉദ്ദേശം. അത് കഴിഞ്ഞ് അടുത്ത ടോപ്പിക്ക്, സെക്കൻഡ് ടോപ്പിക് എന്തെന്ന് വെച്ചാൽ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻസ് ആണ്. അതായത് ഓർഗനൈസേഷൻസ് പല വിധത്തിലുണ്ട്. ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അതുപോലെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അതുപോലെ NGOs ഉണ്ട്, അതായത് നോൺ ഗവൺമെൻറ്റൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഈ പല ഓർഗനൈസേഷൻസും ഫോളോ ചെയ്യുന്ന മെത്തഡോളജി അല്ലെങ്കിൽ അവരുടെ ഓർഗനൈസേഷണൽ രീതികളെല്ലാം പല രീതിയായിരിക്കും. മനസ്സിലായില്ല? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻസ് 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട് നമ്മുടെ സിലബസിൽ. അതായത് ഒന്ന് പബ്ലിക് ഓർഗനൈസേഷൻ, ഒന്ന് പ്രൈവറ്റ് ഓർഗനൈസേഷൻ, പിന്നെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്. ഇതാണ് രണ്ടാമത്തെ ടോപ്പിക്. അടുത്ത മൂന്നാമതായിട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്. അതായത് തിയററ്റിക്കലി അഡ്മിനിസ്ട്രേഷനുള്ളിൽ തന്നെ നമ്മൾ പല പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ? അതാണ് മൂന്നാമത്തെ. അത് കഴിഞ്ഞ് നാലാമത്തെ ആണ് തിയറീസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. സോ പല തിങ്കേഴ്സും ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ പറ്റി പഠിച്ചിട്ടുള്ള പല തിങ്കേഴ്സും പല തിയറീസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഹെൻറി ഫയോളിനെ പോലെയും അതുപോലെ നമ്മുടെ മാക്സ് വെബറിനെ പോലെയൊക്കെ ഉള്ളവർ പല തിയറീസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് അഡ്മിനിസ്ട്രേഷനെ പറ്റി പഠിക്കാനായിട്ട്. നമ്മൾ ആദ്യം ഈ തിയറീസ് പഠിക്കും. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തിയറീസ് പല വിധമാണ്. ക്ലാസിക്കൽ തിയറീസ് ഉണ്ട്, ബിഹേവിയറൽ തിയറീസ് ഉണ്ട്, കണ്ടിജൻസി തിയറീസ് ഉണ്ട്. അപ്പോൾ ഈ പല വിധത്തിലുള്ള തിയറീസും ആ തിയറീസിനുള്ളിൽ വരുന്ന തിങ്കേഴ്സിനെ പറ്റിയിട്ടും നമ്മൾ ഈ ടോപ്പിക്കിലാണ് പഠിക്കുക. ഇതാണ് നമ്മുടെ നാലാമത്തെ ടോപ്പിക്. അടുത്ത ടോപ്പിക്കാണ് മോഡേൺ അപ്രോച്ചസ് ടു അഡ്മിനിസ്ട്രേഷൻ. അതായത് നമ്മൾ നേരത്തെ തിയറി പഠിച്ചു. തിയറിക്ക് ശേഷം പുതിയ കാലഘട്ടത്തിൽ, മോഡേൺ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ പല അപ്രോച്ചസ് എന്നാണ് ഈ ടോപ്പിക്കിനുള്ളിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിന് ശേഷം വരുന്ന ടോപ്പിക്കാണ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ്. അതായത് എന്താണ് ഒരു ഓർഗനൈസേഷൻ, ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ എന്തൊക്കെയാണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് ഈ ടോപ്പിക്കിൽ നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. അതായത് ഓർഗനൈസേഷണൽ കൾച്ചറും അതിൻ്റെ ചേഞ്ചും, എങ്ങനെയാണ് ഒരു ചേഞ്ചിന് ഒരു ഓർഗനൈസേഷൻ മാനേജ് ചെയ്യുക, എങ്ങനെയാണ് ഒരു ചേഞ്ച് ഉണ്ടാകുന്നത്, എന്താണ് ഒരു ഓർഗനൈസേഷൻ്റെ കൾച്ചർ, ഇതൊക്കെയാണ് നമ്മൾ ഈ ടോപ്പിക്ക് നോക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് പഠിക്കും. സോ എന്താണ് എത്തിക്സ്, എത്തിക്കൽ പ്രിൻസിപ്പിൾസ് എങ്ങനെയാണ് ഒരു ഒരു അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ യൂസ് ചെയ്യുക, ഇതൊക്കെയാണ് ഈ ടോപ്പിക്കിൽ. അതിനുശേഷം ലീഡർഷിപ്പ്. സോ ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ലീഡർഷിപ്പ്. അതിനെ പറ്റിയിട്ടാണ് ഈ ടോപ്പിക്ക് നോക്കുക. അതിനുശേഷം കമ്മ്യൂണിക്കേഷൻ, പിന്നെ അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പാരൻസി, അവസാനമായിട്ട് റോൾ ഓഫ് ടെക്നോളജി. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതായത് ലീഡർഷിപ്പും എത്തിക്കൽ പ്രിൻസിപ്പിൾസ്, കമ്മ്യൂണിക്കേഷൻ, അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പാരൻസി, ടെക്നോളജി, ഇതെല്ലാം ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടെല്ലാം നമ്മൾ പല രീതിക്കായിട്ട് പഠിക്കും. സോ ഈ കോഴ്സ് മുന്നോട്ട് പോകുന്നത് പൊതുവേ ഭയങ്കര ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും. അതായത് നമ്മൾ കൂടുതലും ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ മാർക്ക് നേടുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് നോട്ട്സും കൂടുതലായിട്ട് പല POQ വർക്കൗട്ട്സ് ഒക്കെയാണ് ഞാൻ ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഒരു കോഴ്സ് ഔട്ട്ലൈൻ. അതായത് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന ഈ പറഞ്ഞ പോലെ ബേസിക്സ് ആണ്, ഡെഫിനിഷൻ, സ്കോപ്പ്, അതൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ ഈ പബ്ലിക് പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻസ് എന്നതിനെ പറ്റിയൊക്കെ പഠിക്കും. അതിനുശേഷം തിയറീസ്, മോഡേൺ അപ്രോച്ചസ്, അത് കഴിഞ്ഞ് ഓർഗനൈസേഷണൽ ഫങ്ഷൻസ് ആൻഡ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ്, അവസാനമായിട്ട് നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സ്, അതായത് ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പാരൻസി, അക്കൗണ്ടബിലിറ്റി, ടെക്നോളജി എന്നീ പറഞ്ഞ ഫാക്ടേഴ്സിനെ പറ്റിയിട്ടും കൂടെ നോക്കും. സോ നമുക്ക് കോഴ്സിലോട്ട് പോവാം. സോ ആദ്യമായിട്ട് എന്താണ് അഡ്മിനിസ്ട്രേഷൻ എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. സോ അഡ്മിനിസ്ട്രേഷൻ ഈസ് ആസ് ഓൾഡ് ആ സൊസൈറ്റി ഇറ്റ്സെൽഫ്. സോ നമുക്കറിയാം, മനുഷ്യൻ ഉണ്ടായിട്ട് മനുഷ്യനൊരു സിവിലൈസേഷനായിട്ട് മാറി അന്ന് മുതൽക്കേ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. പല രീതിയിലായിട്ട്, ഇല്ലെങ്കിൽ പല മൈന്യൂട്ട് ഫോംസിൽ നമ്മൾ അഡ്മിനിസ്ട്രേഷൻ കാണുന്നുണ്ട്. പക്ഷെ എന്ന് തൊട്ടാണ് അഡ്മിനിസ്ട്രേഷൻ ആസ് എ ഡിസിപ്ലിൻ ആയിട്ട് വളർന്നതെന്ന് ചോദിച്ചാൽ, അപ്പോൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പേരാണ് വുഡ്രോ വിൽസൺ. വുഡ്രോ വിൽസൺ നമുക്കറിയാം, പുള്ളിക്കാരൻ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു. സോ വുഡ്രോ വിൽസന്റെ ദ സ്റ്റഡി ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന ഒരു ക്വാർട്ടറിൽ നിന്നാണ്, ക്വാർട്ടറിൽ ഒരു എസ്സയിൽ നിന്നാണ് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഡിസിപ്ലിൻ ആയിട്ട് വളർന്നു തുടങ്ങിയത് അന്ന് മുതലാണ്. സോ
വുഡ്രോ വിൽസൺ ആണ് പലപ്പോഴും എന്താണ് നമ്മുടെ ഫാദർ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ ചോദിച്ചാൽ അതിനുള്ള ആൻസർ വുഡ്രോ വിൽസൺ ആണ്. ഓക്കെ, അടുത്ത എന്താണ് ദ വേർഡ് അഡ്മിനിസ്ട്രേഷൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് രണ്ടാമത്തെ കാര്യം. അതായത് ദ വേർഡ് അഡ്മിനിസ്റ്റർ ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് അഡ്മിനിസ്റ്ററി. അതായത് അഡ്മിനിസ്റ്റർ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ദ വേർഡ് അഡ്മിനിസ്റ്റർ ഹാസ് ഡിറൈവ്ഡ്. സോ എന്താണ് ഈ ലാറ്റിൻ വേർഡിൻ്റെ മീനിങ് എന്ന് ചോദിച്ചാൽ ടു കെയർ ഫോർ, ഇല്ലെങ്കിൽ ടു ലുക്ക് ആഫ്റ്റർ. ഈ മനസ്സിലായില്ലേ, ഇന്ന് ഈ അർത്ഥം വരുന്ന അഡ്മിനിസ്റ്റർ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ദ വേർഡ് അഡ്മിനിസ്ട്രേഷൻ ഹാഡ് ഇവോൾവ്ഡ്. അതാണ് രണ്ടാമതായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഡെഫിനിഷൻസിനെ പറ്റിയിട്ടാണ്. സോ ആദ്യം നമ്മൾ സ്കോപ്പ് പഠിച്ചു, അടുത്തതായിട്ട് നമ്മൾ ഡെഫിനിഷൻസ് ആണ് നോക്കുന്നത്. കുറച്ച് തിങ്കേഴ്സ് എന്താണ് അഡ്മിനിസ്ട്രേഷനെ പറ്റി പറഞ്ഞിട്ടുള്ളത് എന്നാണ് നമ്മൾ ഈ പാർട്ടിൽ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഇ.എൻ. ഗ്ലാഡൻ. സോ ഇ.എൻ. ഗ്ലാഡൻ എന്താണ് അഡ്മിനിസ്ട്രേഷനെ പറ്റി പറഞ്ഞത്? അഡ്മിനിസ്ട്രേഷൻ ഈസ് എ ലോങ് ആൻഡ് സ്ലൈറ്റ്ലി പോംബസ് വേർഡ് ബട്ട് ഇറ്റ് ഹാസ് എ ഹംബിൾ മീനിങ് ഫോർ ഇറ്റ് മീൻസ് to care for or look after people, to manage affairs. To care for and to look after people, to manage affairs. To manage affairs എന്ന് പറയുന്നതാണ് എന്ത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്നാണ് ഇ.എൻ. ഗ്ലാഡൻ പറഞ്ഞത്. അടുത്ത ഫെലിക്സ് നിഗ്രോ പറഞ്ഞ എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ഇസ് ദ ഓർഗനൈസേഷൻ ആൻഡ് യൂസ് ഓഫ് മെൻ ആൻഡ് മെറ്റീരിയൽസ് ടു അക്കംപ്ലിഷ് എ പർപ്പസ്. ഒരു പർപ്പസ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് മെന്നിനെയും മെറ്റീരിയൽസിനെയും ഒരു ഓർഗനൈസേഷൻസിൽ യൂസ് ചെയ്യുന്ന രീതിയാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് ആര് പറഞ്ഞു? ഫെലിക്സ് പറഞ്ഞു. അതിനുശേഷം എൽ.ഡി. വൈറ്റ് പറഞ്ഞ എന്തെന്ന് വെച്ചാൽ ദ ആർട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ഡയറക്ഷൻ കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് മെനി പേഴ്സൺസ് ടു അച്ചീവ് സം പർപ്പസ് ഓർ ഒബ്ജക്റ്റീവ്. ഒരു ഒബ്ജക്റ്റീവ് നേടാനായിട്ട് ഒരുപാട് ആൾക്കാരുടെ, നേരത്തെ പറഞ്ഞ പോലെ മെന്നിൻ്റെ ഡയറക്ഷൻ കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ ആണ് എന്ത് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് ആര് പറഞ്ഞത്? എൽ.ഡി. വൈറ്റ് പറഞ്ഞത്. സോ അടുത്തതായിട്ട് ലൂതർ ഗള്ളിക്ക് പറഞ്ഞത് അഡ്മിനിസ്ട്രേഷൻ ഹാസ് ടു ഡു വിത്ത് ഗെറ്റിംഗ് തിങ്സ് ഡൺ വിത്ത് ദ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ഡിഫൈൻഡ് ഒബ്ജക്റ്റീവ്. അതും ഏതാണ്ട് ഒരേപോലെ തന്നെയാണ് പറഞ്ഞത്. ഒബ്ജക്റ്റീവ്സ് എന്താണ് അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് ഉള്ള ഒരു കാര്യമാണ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് ആര് പറഞ്ഞത്? ലൂതർ ഗള്ളിക്ക് പറഞ്ഞത്. അടുത്തതായിട്ട് ഹെൻറി ഫയോൾ. ടു അഡ്മിനിസ്റ്റർ ഈസ് ടു ഫോർകാസ്റ്റ് ആൻഡ് പ്ലാൻ, ടു ഓർഗനൈസ്, ടു കമാൻഡ്, ടു കോർഡിനേറ്റ് ആൻഡ് ടു കൺട്രോൾ. അപ്പോഴേക്കും ഹെൻറി ഫയോൾ വന്നപ്പോഴേക്കും ഇത് കുറച്ചുകൂടെ വികസിച്ചു. അതായത് ദ വേർഡ്സ് യൂസ്ഡ് അല്ലേ, ദാറ്റ് ടു അഡ്മിനിസ്റ്റർ എന്താണ്? ടു ഓർഗനൈസ്, ടു പ്ലാൻ, ടു കമാൻഡ്, ടു കോർഡിനേറ്റ് ആൻഡ് ടു കൺട്രോൾ. ഒരു ഒബ്ജക്റ്റീവ് നേടാനായിട്ട് അതിൻ്റെ പ്ലാൻ, ഓർഗനൈസേഷനും അതിൻ്റെ കമാൻഡ് ഓഫ് മെന്നും ആൻഡ് കോർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റീസും അവരുടെ കൺട്രോളും ഒക്കെയാണ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് ആര് പറഞ്ഞത്? ഹെൻറി ഫയോൾ പറഞ്ഞത്. അടുത്തതായിട്ട് അഡ്മിനിസ്ട്രേഷൻ, ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ ഒരു ടോപ്പിക്കിൽ നോക്കാൻ പോകുന്നത്. സോ എന്താണ് അഡ്മിനിസ്ട്രേഷൻ? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിഫിനിഷൻ ഓഫ് ഗോളും അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സും ബ്രോഡർ പോളിസീസും ഒക്കെയാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു സ്കൂളിൻ്റെ കേസ് എടുത്താൽ ആ സ്കൂളിൻ്റെ കരിക്കുലം ഉണ്ടാക്കുകയും ഇല്ലെങ്കിൽ അവരുടെ ഒരു ഇനിഷ്യലായിട്ടുള്ള പോളിസിയും ഓർഗനൈസേഷനും ഒക്കെയാണ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് ഓർഗനൈസേഷൻ എന്താണ്? ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ കോമ്പിനേഷൻ ഓഫ് നെസസറി ഹ്യൂമൻ ബീങ്സ്, മെറ്റീരിയൽ, ടൂൾസ്, എക്യുപ്മെൻറ്റ് ആൻഡ് അതർ വർക്കിംഗ് സ്പേസ് അറേഞ്ച്ഡ് ടുഗെദർ. അതായത് ആദ്യം നമ്മൾ പോളിസീസ് ഡെവലപ്പ് ചെയ്യും, അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ മെന്നും മെറ്റീരിയൽസും ടൂൾസും എക്യുപ്മെൻറ്റ്സും വർക്കിംഗ് സ്പേസും എല്ലാം ഉണ്ടാക്കിയിട്ട് അതിനൊന്ന് അറേഞ്ച് ചെയ്യും. ഒരു സിസ്റ്റമാറ്റിക് മാനറിൽ നമ്മൾ അറേഞ്ച് ചെയ്യും. അതിനെയാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു സ്കൂളിൽ ആദ്യം പോളിസീസ് അഡ്മിനിസ്ട്രേഷൻ ഡെവലപ്പ് ചെയ്താൽ ഓർഗനൈസേഷനിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ ടീച്ചേഴ്സിനെ റിക്രൂട്ട് ചെയ്യും, മെറ്റീരിയൽസ് ഉണ്ടാക്കും, അതുപോലെ ടൂൾസ് കൊടുക്കും, ബോർഡ് കൊടുക്കും, അതുപോലെ എക്യുപ്മെൻറ്റ്സ് കൊടുക്കും, ക്ലാസ്സുകൾ കൊടുക്കും. ഇതിൻ്റെ എല്ലാം ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് മാനറിലുള്ള ഒരു ഓർഗനൈസേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് മാനേജ്മെൻറ്റ്. എന്താണ് മാനേജ്മെൻറ്റ്? മാനേജ്മെൻറ്റ് ഈസ് ദ ഗൈഡ് ആൻഡ് ഡയറക്റ്റ് ആൻ ഓർഗനൈസേഷൻ ഫോർ ദ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് പ്രീ ഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റീവ്. നമ്മൾ ആദ്യം ഒരു പ്രീ ഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റീവ് ഒരു അഡ്മിനിസ്ട്രേഷനിൽ വേണമെന്ന് പറഞ്ഞു. ആ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് അത് നേടാനായിട്ട് അല്ലെങ്കിൽ അതിനെ അക്കംപ്ലിഷ് ചെയ്യാനായിട്ടുള്ള ഒരു ഗൈഡോ അതിൻ്റെ ഒരു ഡയറക്ഷനോ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഡീൽസ് വിത്ത് ഹൗ ഷുഡ് വി അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ്. നേരത്തെ പറഞ്ഞ ആ ഒബ്ജക്റ്റീവ്, നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ്റെ ഒബ്ജക്റ്റീവ് എങ്ങനെ നേടാം എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്ന് ഡീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് മാനേജ്മെൻറ്റ്. മനസ്സിലാവും? ഇതാണ് ഈ മൂന്ന് ടേമും തമ്മിലുള്ള ഡിഫറൻസ്. സോ നമ്മൾ ഇന്ന് നോക്കിയിട്ടുള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം
എന്താ നമ്മൾ സിലബസ് നോക്കി, അതിനുശേഷം ഈ കോഴ്സ് അപ്രോച്ച് എങ്ങനെയാണെന്ന് നോക്കി, ഇതിനുശേഷം കുറച്ച് ബേസിക്സ് കാര്യങ്ങൾ പറഞ്ഞു. ഇതിൽ നിന്ന് മാക്സിമം ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുകയുള്ളൂ. അതായത് വുഡ്രോ വിൽസൺ, ഫാദർ ഓഫ് വുഡ്രോ വിൽസൺ, ഇല്ലെങ്കിൽ വുഡ്രോ വിൽസൻ്റെ എസ്സേയുടെ പേരെന്താണ്, അല്ലെങ്കിൽ ഈ വേർഡ് അഡ്മിനിസ്ട്രേഷൻ്റെ മീനിങ് എന്താണ്, ഇതിൻ്റെ അപ്പുറമൊന്നും ഈ ടോപ്പിക്കിൽ പോകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മിനിമൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മാക്സിമം റിസൾട്ട് ഉണ്ടാക്കിയാൽ മതി. അതുപോലെ ഈ ഡെഫിനിഷൻസ് നമുക്ക് വേണമെങ്കിൽ എൽ ഡി വൈറ്റും ലൂതർ ഗിൽഡിക്കും ഹെൻറി ഫയോളും പോലുള്ള ആൾക്കാരുടെയൊക്കെ ഡെഫിനിഷൻസ് നമുക്ക് നോക്കി വയ്ക്കാം. അതിനുശേഷം ഈ മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഇത്രേ നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നോക്കാം. സോ താങ്ക് യു എവരി വൺ. സീ യു ഓൺ നെക്സ്റ്റ് ക്ലാസ്. ബൈ.